രാജകുമാരനും മാജിക് പൂവും. ഒരിടത്തൊരിടത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ആ രാജകുമാരൻ ഒരു സാധു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അത് അവളുടെ രണ്ടാനമ്മയിൽ അസൂയ ജനിപ്പിച്ചു. എന്ത് വന്നാലും കല്യാണം മുടക്കണം, അതായി പിന്നീട് ആ സ്ത്രീയുടെ വിചാരം. അതിനൊറ്റ വഴിയേയുള്ളൂ, ആ പെൺകുട്ടിയെ കൊന്നുകളയുക. ഇതറിഞ്ഞ രാജകുമാരൻ ആ പെൺകുട്ടിയുമായി ഓടിപ്പോയി. വേഗം കൊട്ടാരത്തിലെത്തണം, എന്നിട്ട് വേണം കല്യാണം. പക്ഷേ ആ രണ്ടാനമ്മ ഒരു മന്ത്രവാദിനിയായിരുന്നു. അവർ ഒരു പറക്കുന്ന കുതിരയിൽ കയറി അവർ രണ്ടുപേരെയും പിടിക്കാനായി പിന്നാലെ എത്തി. രാജകുമാരൻ മന്ത്രവാദിനിയായ രണ്ടാനമ്മയുടെ മാജിക് വിളക്ക് കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഒരു പൂവാക്കി മാറ്റി. രാജകുമാരൻ സ്വയം ഒരു വയലിനുമായി. രണ്ടാനമ്മ ഒപ്പമെത്തിയപ്പോഴോ വയലിൻ പാടാൻ തുടങ്ങി. രണ്ടാനമ്മ അതിനൊപ്പം നൃത്തം വെച്ച് തളർന്നു വീണു. മരിക്കുന്നതിനു മുമ്പ് അവർ ഒരു കാര്യം കൂടെ ചെയ്തു. രാജകുമാരൻ്റെ ഓർമ്മശക്തി ഇല്ലാതാകട്ടെ എന്ന് ശപിച്ചു. രാജകുമാരൻ വയലിനിൽ നിന്നും വീണ്ടും രാജകുമാരനായി. പക്ഷേ എന്തു ഫലം? ആ പെൺകുട്ടി ഒരു പൂവായി നിൽക്കുന്ന കാര്യം അവൻ പാടെ മറന്നുപോയി. രാജകുമാരൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. ഒരു ആട്ടിടയൻ ആ പൂ പൊട്ടിച്ച് തൻ്റെ വീട്ടിലെ പൂപ്പാത്രത്തിൽ കൊണ്ടുവന്നു വെച്ചു. പിന്നീട് ദിവസവും ആടുമേച്ചു വരുമ്പോൾ വീടെല്ലാം വൃത്തിയായിരിക്കുന്നതായും ഭക്ഷണമെല്ലാം ആരോ പാകം ചെയ്തു വെച്ചിരിക്കുന്നതായും കണ്ട് ആട്ടിടയന് അത്ഭുതമായി. ഒരു ദിവസം ആടുമേയ്ക്കാൻ പോകാതെ പുറത്തിറങ്ങി അവൻ പതുങ്ങി നിന്നു. അപ്പോൾ കണ്ടു, ആ പൂവ് ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറുന്നു. അവൾ വീട് വൃത്തിയാക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. ഇടയച്ചെറുക്കൻ തനിക്കറിയാവുന്നൊരു മന്ത്രം ചൊല്ലി. അപ്പോൾ ആ സുന്ദരിയായ പെൺകുട്ടി പിന്നെ പൂവായി മാറിയില്ല. അപ്പോഴാണ് രാജകുമാരൻ എല്ലാ പെൺകുട്ടികളെയും രാജകുമാരനായി പാടാൻ കൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എല്ലാവരുടെയും ഇടയിൽ നിന്ന് ഈ സുന്ദരി പെൺകുട്ടിയുടെ ശബ്ദം കൊണ്ട് രാജകുമാരൻ അവളെ തിരിച്ചറിഞ്ഞു. പിന്നീട് പത്നിയാക്കുകയും അവർ സുഖമായി ജീവിക്കുകയും ചെയ്തു.